ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി ഇൻവിസിബിൾ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഓണം സീരീസിലെ 8th വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ OHP ഷീറ്റിൻ്റെ ചെറിയ പീസിലേക്ക് ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തുള്ള സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള സിൽവർ കളർ കോട്ടിങ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ B7000 ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊട്ടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് അതിന് ചുറ്റും ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് B7000 ആണ് യൂസ് ചെയ്തത്. പിന്നെ അതിന് ചുറ്റും ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോണും പേളും ഇൻ്റർചേഞ്ച് ഇത് വരുന്ന ആ ഒരു സ്റ്റോൺ ചെയിൻ ആണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റും 4 വശത്തും ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഞാൻ എടുത്തിരിക്കുന്ന 3 സ്റ്റോൺസിൽ 2 സ്റ്റോൺസ് ചെറുതും ഒരെണ്ണം വലുതുമാണ് കേട്ടോ. അപ്പോൾ വലിയത് നമുക്ക് നടുക്കിടാം, ബാക്കി 2 2 വശത്തുമായിട്ടും. 3 എണ്ണത്തിലും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഐപ്പിൻ വെച്ച് കൊടുക്കാം. ഐപ്പിൻ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ വാക്സ് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഐപ്പിൻ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐപ്പിന്നിൻ്റെ വെർട്ടിക്കലായിട്ട് തന്നെ വരണം കേട്ടോ. എന്നാലേ നമ്മൾ ഗിയർ വയറിലേക്ക് കോർത്ത് കൊടുക്കുമ്പോൾ ആ പെൻഡൻറ്റ് കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ. എല്ലാത്തിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഗിയർ വയറിലേക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗിയർ വയറിലേക്ക് ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് തിരിച്ച് ബെൻഡ് ചെയ്ത് ആ ഗിയർ ലോക്കിൻ്റെ അകത്ത് കൂടെ കയറ്റി ഇറക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഗിയർ ലോക്ക് അങ്ങോട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. എക്സസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്തും കൂടി കളയാം കേട്ടോ. ഇനി നമുക്ക് ബീഡ്സും പെൻഡൻറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഗിയർ ലോക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മെറ്റൽ സ്പേസർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേൾ ബീഡ്, പിന്നെ പെൻഡൻറ്റ്, പേൾ ബീഡ്, മെറ്റൽ സ്പേസർ, ഗിയർ ലോക്ക്. ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ 3 എണ്ണത്തിലും കൂടി ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് എൻഡിലെ അവിടെയും കൂടെ ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ചെയിനിൻ്റെ അറ്റത്തുള്ള ഹുക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഗിയർ ലോക്ക് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് ഇത് കറക്റ്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഗിയർ ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് സെൻറ്ററിൽ വരുന്ന പെൻഡൻ്റ് ആണ്. അത് കഴിഞ്ഞ് ബാക്കി 2 ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെയും ഗിയർ ലോക്സ് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈൻ ആയിരുന്നല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും പറയണേ. ഈ ഒരു സ്റ്റോൺസിൻ്റെ കോംബോ പാക്ക് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് 3 ഡിഫറെൻറ്റ് സൈസസ് ഉണ്ടായിരുന്നു ഈ സ്റ്റോൺസ്. ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ, ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ആ കോംബോ പാക്കിൽ. അപ്പം അങ്ങനെ മാലയുടെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നാളെ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.